ഹായ്, എല്ലാവർക്കും ഫുഡി ബോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു വെറൈറ്റി ഡിഷാണ് മുട്ട വെച്ചിട്ടൊരു എഗ് ബുർജി. പേര് കെട്ട് ഞെട്ടേണ്ട കാര്യമൊന്നുമില്ല, നമുക്ക് വീട്ടിൽ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ് എഗ് ബുർജി എന്ന് പറയുന്നത്. 4 മുട്ടയുടെ കേസ് കെട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ എഗ് ബുർജി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ എഗ് ബുർജി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് എഗ് ബുർജി ഉണ്ടാക്കാനെ കൊണ്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മളിപ്പം കോക്കനട്ട് ഓയിലാണ് എടുത്തേക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂൺ ഉണ്ട്. 3 ടേബിൾ സ്പൂൺ എണ്ണ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വരട്ടെ. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് അതിനകത്തോട്ട് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. കടുക് പൊട്ടി വരട്ടെ. കടുക് ഇട്ടതിന് ശേഷം നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. കുറച്ച് ഇഞ്ചി കട്ട് ചെയ്തതാണ്. ഇഞ്ചി ഒന്ന് മൂക്കട്ടെ. അപ്പോൾ നമ്മുടെ ഇഞ്ചി മൂത്ത് നല്ലോണം വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ഇട്ട് കൊടുക്കാമേ. സവാള ഇട്ട് നമ്മളൊന്ന് ഇളക്കി ഇതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ച പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ടിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കണം. അപ്പോൾ നമ്മുടെ സവാളയും പച്ചമുളകും നല്ലോണം നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാള ഇട്ട് നല്ലോണം ഒന്ന് ബ്രൗൺ കളറായി വരുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ തക്കാളിയാണ്, നമ്മൾ അരിഞ്ഞ തക്കാളി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. ചെറുതായിട്ട് അരിഞ്ഞ തക്കാളിയാണ്. ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി വഴറ്റിയെടുക്കണം. ഇപ്പോൾ നല്ലോണം നമ്മൾ ഇളക്കി വഴറ്റിയെടുക്കുകയാണ്. ഇതിനകത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് 1 ടീസ്പൂൺ ഉപ്പിട്ടിട്ട് നല്ലോണം ഇളക്കാം. ഇതിനകത്തോട്ട് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി. അപ്പോൾ നമ്മൾ കാശ്മീരി മുളക് പൊടി 1 ടേബിൾ സ്പൂൺ ഇട്ട് നല്ലോണം ഇളക്കി. ഇതിനകത്തോട്ട് നമുക്ക് 1 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. ഗരം മസാലയാണ്, 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കണം. ഗരം മസാലയും കൂടി ഇടുമ്പോഴത്തേക്ക് നമ്മുടെ ഈ മസാലയ്ക്ക്, അതായത് ഈ ഗ്രേവിക്ക് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ ഗരം മസാലയൊക്കെ ഇട്ട് നല്ലോണം ഇളക്കി. ഇനി നമ്മുടെ മുട്ട ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ പൊട്ടിച്ചെടുത്തേക്കാണ് 3 മുട്ട പൊട്ടിച്ച് അത് വെള്ളയും മഞ്ഞയും എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്യണം. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അതൊന്ന് മുട്ടയൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അടിക്ക് പിടിക്കാതെ പെട്ടെന്ന് ഇളക്കണം. ലോ ഫ്ലെയിമിൽ ചെയ്താൽ മതി, അല്ലെങ്കിൽ അടിക്ക് പിടിച്ച് പ്രശ്നമാവും. നമുക്ക് മുട്ട ഒഴിച്ചിട്ട് നല്ലോണം ഇളക്കണം. നമുക്ക് അടിവാക്കിന് പിടിക്കരുത്. ഇപ്പോൾ നമ്മൾ മുട്ടയിട്ട് നല്ലോണം ഇളക്കി, കണ്ടോ, അടിക്കൊന്നും പിടിക്കാതെ നമ്മളത് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് കറിവേപ്പില വിതറി കൊടുക്കാം. കറിവേപ്പിലയും കൂടി ഒന്ന് ജസ്റ്റ് വഴറ്റിയിട്ട് നമുക്ക് വാങ്ങിയെടുക്കണം. വളരെ ടേസ്റ്റിയാണ്. നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു സാധനമാണ് എഗ് ബുർജി. ഇപ്പം നമ്മുടെ എഗ് ബുർജി അടിപൊളിയായിട്ട് നമ്മൾ കുക്ക് ചെയ്തെടുത്തേക്കാണ്. വളരെ ടേസ്റ്റി ആയിരിക്കും കഴിക്കാനെ കൊണ്ട്. ഇനിയിപ്പം നമുക്കിതങ്ങ് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മൾ എഗ് ബുർജി അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുത്തേക്കാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ് എഗ് ബുർജി എന്ന് പറയുന്നത്. ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി ഡിഷാണ് എഗ് ബുർജി. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീട്ടിലൊക്കെ വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ വരുന്നവരെ ബൈ ബൈ.